എല്ലാവർക്കും നമസ്കാരം. വളരെ പെട്ടെന്ന് ആലോചിച്ച് തീരുമാനിച്ചതിനനുസരിച്ചാണ് ഇന്ന് നമ്മൾ ഒത്തുകൂടുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. എങ്കിൽ ഇത്ര പേര് വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. നിങ്ങൾക്കറിയാം, സ്വാമി ചിദാനന്ദപുരി അദ്വൈതാശ്രമം കൊളത്തൂർ ഒരു മാർഗദർശക് മണ്ഡലത്തിൻ്റെ കേരള ഘടകത്തിൻ്റെ അധ്യക്ഷനാണ്. സ്വാമിജി വിവേകാമൃതാനന്ദപുരി സ്വാമികൾ മാതാമൃതാനന്ദ മഠത്തിലെ മുതിർന്ന സന്യാസിയാണ്. ദീർഘകാലമായി കോഴിക്കോട് ആശ്രമത്തിൻ്റെ ചാർജാണ്. അതുപോലെ സ്വാമിജി ജിതാത്മാനന്ദ സരസ്വതി സ്വാമികൾ കോഴിക്കോട് ചിന്മയ മിഷൻ്റെ കോഴിക്കോട് ഘടകത്തിൻ്റെയും മഞ്ചേരി ഘടകത്തിൻ്റെയും രണ്ടിൻ്റെയും ചാർജ് സ്വാമിജിക്കാണ്. നമ്മളിത് പെട്ടെന്ന് മിനിയാന്ന് രാത്രി തീരുമാനിച്ചൊരു കാര്യക്രമമായതുകൊണ്ട് മാർഗദർശക് മണ്ഡലിൻ്റെ മറ്റ് ജനറൽ സെക്രട്ടറിക്കോ അങ്ങനെ ആർക്കും വരാൻ പറ്റിയിട്ടില്ല. ഇന്ന് പ്രത്യേകമായി കൂടുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരു പത്രക്കുറിപ്പ് തന്നിട്ടുണ്ട്. സന്യാസി സമൂഹത്തിൻ്റെ കേരളത്തിലെ മാർഗദർശക് മണ്ഡലത്തിൻ്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് മിനിയാന്ന് രാത്രി ഉണ്ടായിരുന്നു. അതിൽ തീരുമാനിച്ചതനുസരിച്ചാണ് ഈ പത്രക്കുറിപ്പ് തയ്യാറാക്കിയതും ഇപ്പോൾ ഇങ്ങനെയൊരു യോഗം ചേരാനിടയായത്. ക്രമികമായി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക പരിവർത്തനങ്ങൾ, അതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വികാസഗതികൾ കുറച്ചു കാലമായി തന്നെ നമുക്ക് നിരീക്ഷണത്തിന് വിധേയമാവുകയും ഹിന്ദു സമാജത്തെ സംബന്ധിച്ച് അതിൻ്റെ വ്യാകുലതകളും ആകുലതകളും ഒക്കെ ഇല്ലാതാക്കാൻ സന്യാസിമാർ സമാജത്തോട് കൂടുതലായിട്ട് സംവദിക്കണം എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞതിന് മുമ്പത്തെ മാസമാണ് ധർമ്മ സന്ദേശ യാത്ര നടത്തിയത്. അതിൽ ലക്ഷക്കണക്കിന് സാമാന്യ സമൂഹം സംബന്ധിച്ചു. കേരളത്തിലെ എല്ലാ സന്യാസിമാരും സംബന്ധിച്ചു. ആ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ നമുക്കെല്ലാം അറിയാം, കേരളത്തിൽ അനേക ക്ഷേത്രങ്ങളിൽ നിന്ന് വലിയ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര വലിയ കൊള്ളയുടെ ചരിത്രങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കേവലം ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രത്തിൽ മാത്രമല്ല, പല ക്ഷേത്രങ്ങളിലും നിങ്ങൾക്ക് എന്നേക്കാൾ അറിയുന്നതാണ്. കാരണം മാധ്യമങ്ങളിലൂടെയാണ് ഞങ്ങളൊക്കെ അറിയുന്നത്. പക്ഷെ അതൊന്നും തന്നെ ഒരു ചർച്ചാ വിഷയമാകുന്നില്ല. ഇപ്പോഴും ഉദാഹരണത്തിന് മലബാർ ദേവസ്വം ബോർഡ് പുതിയ ക്ഷേത്രങ്ങളെ പിടിച്ചടക്കുകയാണ് കുറേ വർഷങ്ങളായി. എന്നാൽ ദേവസ്വം ബോർഡിൽ ഓഡിറ്റിംഗ് നടന്നിട്ട് അനേക വർഷങ്ങളായി എന്ന് പറഞ്ഞാൽ മലബാർ ദേവസ്വം ബോർഡിൽ ഏത് കാലത്താണ് ഓഡിറ്റിംഗ് നടന്നത് നമുക്ക് ആർക്കും അറിയില്ല. കാരണം പബ്ലിഷ് ചെയ്യുക എന്നുള്ള സാമാന്യ മര്യാദ പോലും ചെയ്യുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഓഡിറ്റിംഗ് നടന്നിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 8 വർഷത്തിലധികമായി. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കഥ അറിയില്ല. ഒരു ഓഡിറ്റിംഗ് പോലും നടക്കാത്ത ഒരവസ്ഥയാണ് ദേവസ്വം ബോർഡുകളിലുള്ളത്. ഈ സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് ഹിന്ദു സമാജത്തിൻ്റെ അല്ലെങ്കിൽ ഭക്തന്മാരുടെ പണം സ്വരൂപിക്കാൻ മാത്രമുള്ള സങ്കേതമാകുകയും അവിടെയുള്ള വസ്തുവകകൾ മുഴുവൻ ഭരണാധികാരികൾ അടങ്ങുന്നവർ കൊള്ളയടിച്ചു എന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുകയും ചെയ്യുക. അതുതന്നെ നമുക്കറിയാം, ശബരിമലയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. അതും
നമുക്ക് ഓർമ്മയുണ്ട്, എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പല പ്രാവശ്യം വാൺ ചെയ്ത ശേഷമാണ് SITയുടെ പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ ഇന്നലെ അതേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് എന്തൊരു നാടാണ്, അബദ്ധങ്ങളുടെ നാട്, അസംബന്ധങ്ങളുടെ നാടെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ നിരീക്ഷിക്കേണ്ട സാഹചര്യം വന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് തന്ത്രിയായാലും മന്ത്രിയായാലും നിയമദൃഷ്ട്യാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് സന്യാസിമാരുടെ ഒറ്റക്കെട്ടായിട്ടുള്ള അഭിപ്രായം. പക്ഷെ അതേ സമയത്ത് നമ്മുടെ ഭരണഘടനാദത്തമായ തുല്യനീതി എന്നുള്ള ഒരു നയം പോലും നിഷേധിക്കപ്പെടുക. ഉദാഹരണം പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് രഹസ്യമായിട്ടാണ്. തന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് മാധ്യമങ്ങളിലൂടെ വന്നു തന്ത്രി SIT കസ്റ്റഡിയിലായി. അപ്പോൾ ഒന്ന് പബ്ലിഷ് ചെയ്തുകൊണ്ട് ചെയ്യുകയും ഒന്ന് പ്രൈവറ്റായിട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് നമ്മൾ കാണും. ഇത് വ്യാകുലപ്പെടുത്തുന്നതാണ്, ഇതിനെതിരെ ശബ്ദിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ നമ്മൾ തന്ത്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നോ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നോ നമ്മൾ പറയുന്നില്ല, അറിയില്ല. അത് വിശദമായ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട വിഷയമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷെ അവിടെ വേറെ രണ്ട് ചോദ്യങ്ങളുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ക്ഷേത്രമായ ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറോ മാനേജീരിയൽ പവറോ തന്ത്രിക്കില്ല. നിയമദൃഷ്ടി മാനേജീരിയൽ പവറില്ല, അഡ്മിനിസ്ട്രേറ്റീവ് പവറില്ല. അഡ്മിനിസ്ട്രേറ്റീവ് പവറും മാനേജീരിയൽ പവറും ഉള്ളവർ ശിക്ഷിക്കപ്പെടാതെ നിൽക്കുന്നു. മാനേജീരിയൽ പവറാണ് ദേവസ്വം മിനിസ്റ്റർക്കുള്ളത്, അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ് ദേവസ്വം ബോർഡിനുള്ളത്. ഇത് രണ്ടും ഉണ്ടായിരിക്കെ അവർ ശിക്ഷിക്കപ്പെടാതെ നിൽക്കുന്നു. തന്ത്രി ശിക്ഷിക്കപ്പെടുന്നു, അഥവാ ശിക്ഷയ്ക്ക് സമാനമായ അവസ്ഥയെ നേരിടുന്നു. അത്രയ്ക്കധികം ഇമേജ് ടാർണിഷിംഗ് നടക്കുകയാണ്. ഏറ്റവും നമ്മൾ രസകരമായി കാണുന്നത് അതേ കുറ്റക്കാരനാണെന്ന് സമൂഹം വിധിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പ്രവർത്തനം നടത്തുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ജുഡീഷ്യറിയെ പോലും സ്വാധീനിക്കുന്നത് ഒരു ഘടകം മാധ്യമങ്ങളാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഭാഗത്തിന് മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ സംജാതമായതുകൊണ്ടാണ് നമ്മൾ നിഷ്പക്ഷമായി ഒരന്വേഷണം നടക്കണം. ഇപ്പോൾ അന്വേഷണം നിഷ്പക്ഷമാണെന്ന് കരുതാൻ പറ്റുന്നില്ല. ഈ ആലോചന മാർഗദർശക് മണ്ഡൽ ചെയ്തത് മിനിയാന്ന് രാത്രിയാണെങ്കിൽ ഇന്നലെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് അസംബന്ധങ്ങളുടെ നാട്. SITയുടെ അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതി. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ഒരു നിലപാടാണ് നമുക്കുള്ളത്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയെ കാണുകയുണ്ടായി, മാർഗദർശക് മണ്ഡൽ ആഭ്യന്തരമന്ത്രിയെ കാണുകയുണ്ടായി. അദ്ദേഹം അതിൽ പ്രത്യേകിച്ചൊന്നും മന്ത്രി എന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ടില്ല, ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സന്യാസിമാർക്ക് കേൾക്കാനുള്ളത് മുഴുവൻ, പറയാനുള്ളത് മുഴുവൻ അനുഭാവപൂർവ്വം കേൾക്കുകയും ഒക്കെ ചെയ്തൊരു അന്തരീക്ഷത്തിലാണുള്ളത്. അപ്പം അതാണ് സമൂഹത്തിനെ അറിയിക്കാൻ വേണ്ടി മാർഗദർശക് മണ്ഡലത്തിന് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. മറ്റു നിങ്ങൾക്ക് എന്ത് തന്നെ ചോദിക്കാനുണ്ടെങ്കിലും തീർച്ചയായിട്ടും ചോദിക്കാം. എന്തറിയുന്നതാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി പറയും. അല്ലേ കാരണം അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമാണ്. പക്ഷേ ആരംഭത്തിൽ നമ്മൾ അവരുടെ അന്വേഷണത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ തൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ആരംഭത്തിൽ അതിൽ നിന്ന് ഹൈക്കോടതി സ്റ്റാൻഡ് മാറ്റി. ഇന്നലെ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇത് കള്ളൻ്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുന്നതിന് തുല്യമാണ്, കള്ളനെ കൊണ്ട് അന്വേഷണം നടത്തിക്കുന്നതിന് തുല്യമാണ് ഗവൺമെൻറ് ഇൻവോൾവ്മെൻ്റ് ഉള്ള വിഷയത്തിൽ ഗവൺമെൻറ് തന്നെ അന്വേഷിക്കുന്നത്. രണ്ട്, ഇതിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ആരോപിക്കപ്പെടുന്നുണ്ട്. ഈ വിറ്റ വസ്തുക്കൾ എവിടേക്ക് പോയി ഇതുവരെ ഒരു എത്തും പിടിയില്ല. എങ്ങോട്ടിത് കടത്തി? അത് ശബരിമലയുടെ വിഷയം മാത്രമാണ്.
നേരെ മറിച്ച് ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്തൊക്കെയാണ്? ഓഡിറ്റിംഗ് നടക്കുന്നില്ല. അപ്പം ഈ ഒരു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത്ര നടന്നെങ്കിൽ എത്രമാത്രം നടന്നിട്ടുണ്ടാവണം? അതുകൊണ്ടാണ് CBI അന്വേഷണം വേണമെന്ന് പറയുന്നത്. SITയുടെ പരിമിതി എന്താണെന്ന് വെച്ചാൽ SITക്ക് റെഫർ ചെയ്യപ്പെട്ട വിഷയങ്ങളെ അന്വേഷിക്കാൻ പറ്റും. ഈ വിഷയത്തിലല്ല ഏതൊരു ഇൻവെസ്റ്റിഗേഷന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏർപ്പെടുത്തപ്പെട്ടാലും അവർക്ക് നൽകപ്പെട്ട റെഫറൻസ് മാത്രമേ അവർക്ക് അന്വേഷിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് CBI അന്വേഷണം വേണമെന്ന് പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും അങ്ങനെയാണെന്ന് പറയേണ്ടി വരും. കാരണം അന്വേഷണത്തിൻ്റെ ആരംഭഘട്ടത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തിയ അതേ കോടതിയാണ് ഇപ്പോൾ അസംതൃപ്തി രേഖപ്പെടുത്തിയത്. കാരണം നമ്മൾ കാണുകയാണ്, പോലീസ് IPS ഓഫീസർ ഹരിശങ്കറിൻ്റെ അച്ഛൻ ശങ്കർദാസ്, അദ്ദേഹത്തിലേക്ക് വിരൽ ചൂണ്ടൽ വന്ന ദിവസം മുതൽ ഇന്ന് വരെ അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അദ്ദേഹം CPIയുടെ ആളാണ്, നേതാവാണ്. ഇന്ന് വരെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടന്ന സമയത്ത് പത്മകുമാർ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, നമുക്കറിയാം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന് ബെയിൽ കൊടുക്കാത്ത സാഹചര്യമാണ്. പക്ഷേ ആ സമയത്തുള്ള മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത രഹസ്യമായിട്ടാണ്, തന്ത്രിയെ രഹസ്യമായിട്ടല്ല ചെയ്തത്. ഇത്തരം കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഹിന്ദു സമാജത്തെ സംബന്ധിച്ച് അതിന് ആത്മവിശ്വാസം കൊടുക്കേണ്ടുന്ന മാർഗദർശക മണ്ഡലത്തിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പോക്കിൽ തൃപ്തിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് പറയുന്നില്ല. സന്യാസിമാരെ സംബന്ധിച്ച് നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും തുല്യ നിലപാട് തന്നെയാണ്. ഒരു പാർട്ടിയോടും വിരോധമോ ആഭിമുഖ്യമോ ഇല്ല. മറിച്ച് ഹിന്ദു സമാജത്തിൻ്റെ പ്രശ്നങ്ങൾ കാണുമ്പോൾ അത് നിരന്തരം, കാരണം ഈ ഭരണവർഗം തന്നെയാണ് ഇവിടെ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഹിന്ദുത്വത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചു കാലമായിട്ട്. ആ സന്ദേശമൊക്കെ നമ്മൾ ധർമ്മസന്ദേശ യാത്രയിൽ സുസ്പഷ്ടമായി പറയുകയുണ്ടായി. സന്യാസിമാരെ സംബന്ധിച്ച് അന്നും മാർഗദർശക് മണ്ഡലം വ്യക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് ഒന്നും ഇറങ്ങിയിട്ടില്ല. 2018 യുവതീ പ്രവേശ വിഷയം വന്നപ്പോൾ പ്രകടമായ ഒരു പ്രതിഷേധ പരിപാടിയിലും മാർഗദർശക് മണ്ഡൽ പങ്കെടുത്തിട്ടില്ല. എല്ലാത്തിനും ബാക്ക് സപ്പോർട്ട് ചെയ്ത് സമാജത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പരിപാടികൾ നടത്തി ഒരു അവബോധം സൃഷ്ടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ്. അതിലൊരു ഏറ്റക്കുറച്ചിലും വന്നിട്ടില്ല. മൊത്തം സമാജത്തിലൊരു ട്രെൻഡായിട്ട് വരുന്നതാണ്. സത്യമാണ് പറഞ്ഞത്, 2018 ഇത്ര ഗുരുതരമല്ലാത്ത വിഷയം വന്നപ്പോൾ ഉണ്ടായ ഒരു സാമാജിക ചേതന ഇപ്പോൾ അത്രയ്ക്ക് ഉണർന്നിട്ടില്ല. സത്യമാണ്. എന്ന് മാത്രമല്ല, ഇതൊക്കെ കണ്ടിട്ടും വീണ്ടും അതേ ദേവസ്വത്തിൽ പണം കൊണ്ടിടുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJP നേതൃത്വമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. KS രാധാകൃഷ്ണനാണ്. BJP നേതൃത്വം പറയണമെങ്കിൽ BJP വിഷയം ചർച്ച ചെയ്യാൻ യോഗം വിളിക്കണം. ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം, എനിക്കറിയില്ല. ഇവിടെ BJP പറഞ്ഞോ കോൺഗ്രസ് പറഞ്ഞോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമല്ല. ഇനി BJP എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ഞങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. തന്ത്രി അറസ്റ്റ് ചെയ്യണ്ടെന്നോ ചെയ്യണമെന്നോ പറഞ്ഞിട്ടുമില്ല. മറിച്ച് വ്യക്തമായി നേരത്തെ പറഞ്ഞു, അത് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
അങ്ങനെ ശിക്ഷിക്കപ്പെടണമെങ്കിൽ, അന്വേഷണം ചെയ്യണമെങ്കിൽ ഇൻ്ററോഗേഷൻ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യേണ്ടി വരും. അറസ്റ്റ് ചെയ്തതിന് തെറ്റ് പറയാൻ പറ്റില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, മാർഗദർശനമായിട്ട് തെറ്റ് പറഞ്ഞിട്ടില്ല. പക്ഷെ രീതി അതിൽ തെറ്റ് കാണണം. മാത്രമല്ല, ഒരു അന്വേഷണത്തിൽ തന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടുന്ന അവസ്ഥാവിശേഷം വാസ്തവത്തിൽ നേരത്തെ ഉണ്ട്. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാം. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെങ്കിൽ അദ്ദേഹം പുതുതായിട്ട് ഒരു ക്രമക്കേടും ചെയ്തതായിട്ട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൽ ആരോപിതമാകുന്നത് മുൻപേ ഉള്ള വിഷയമാണ്. എങ്കിൽ മകരവിളക്ക് വരാൻ നേരത്തെ അറസ്റ്റ് ചെയ്യണമെന്തിന്? എന്തുകൊണ്ട് ഈ അറസ്റ്റ് 2 ആഴ്ച മുമ്പ് ആയിക്കൂടായിരുന്നു? ടൈമിംഗ് വളരെ ക്രൂഷ്യലാണ്. അതാണ് അതിൽ നിരീക്ഷിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നത്. ഇല്ല, ഒക്കെ അറസ്റ്റ് ചെയ്യാം. മുൻവിധി ഇല്ലല്ലോ, ഞങ്ങൾ മുൻവിധി പറഞ്ഞിട്ടില്ല. തന്ത്രിയെ കുറ്റക്കാരനല്ല എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. രണ്ടും പറയുന്നത് തെറ്റാണ്, ഒരിക്കലും പറയുകയില്ല. സാധാരണ ഒരു പൗരനെ സംബന്ധിച്ച് ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒന്നാണ്. അത് സിംഗിൾ ബെഞ്ചാണോ, ഡിവിഷൻ ബെഞ്ചാണോ, ദേവസ്വം ബെഞ്ചാണോ, ഫുൾ ബെഞ്ചാണോ എന്നുള്ളത് പിന്നീട് നിയമപരമായി വരുന്ന ഒരു ഹൈറാർക്കി മാത്രമാണ്. സാധാരണ ഒരു പൗരനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒന്നേ ഉള്ളൂ. അത് ആരാണ് ജസ്റ്റിസ് എന്നോ ആ ഇൻഡിവിജ്വൽ ആരാണെന്നോ നമ്മൾ നോക്കുന്നില്ല. ഇൻഡിവിജ്വൽ നമ്മൾ ബഹുമാനപ്പെട്ട എന്ന് പറയുകയില്ലല്ലോ, ശ്രീ എന്നല്ലേ പറയുള്ളൂ. ഹൈക്കോടതിയാണ് പറഞ്ഞത്. ഇവിടെ ഇതിൽ ഏറ്റവും നമുക്ക് പറയാനുള്ളത്, ഈ ശബരിമല എന്ന് ഫോക്കസ്ഡ് ആയിട്ടുള്ള ചർച്ച പോലും അപകടകരമാണ്. കാരണം ശബരിമലയിൽ നടന്നതിനേക്കാൾ ഗുരുതരമായ മോഷണങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളിൽ നടന്നിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കേവലം ചെട്ടികുളങ്ങര മാത്രമല്ല, ചെട്ടികുളങ്ങര ഓർമ്മ വരുന്നത് കഴിഞ്ഞ ദിവസമായതുകൊണ്ടാണ്. അനേക ക്ഷേത്രങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധമായി ഓഡിറ്റിംഗ് നടക്കണം, ഓഡിറ്റിംഗ് രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യണം. പക്ഷേ ഇപ്പോൾ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് സെൻട്രൽ ഏജൻസി അന്വേഷിക്കണം എന്നാവശ്യം വരുന്നത്. അതെ, ഇല്ല, തീർച്ചയായിട്ടും ശരിയാണ് പറഞ്ഞത്. NSSന്റെ അന്നുണ്ടായതുപോലുള്ള ഇടപെടൽ ഇന്ന് കാണുന്നില്ല. നമ്മൾ NSSുമായിട്ട് ബന്ധപ്പെടുന്നില്ല, നമ്മളൊരു സാമുദായിക സംഘടനയായിട്ടും ബന്ധപ്പെടുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിയത് കൊണ്ടാണ് സന്യാസിമാരിതിൽ ഇടപെടുന്നത്. നമുക്കത് പറയാൻ പറ്റില്ല. അറിയാതെ ഒരു കുറ്റാരോപണം ആരെക്കുറിച്ചും പറയാൻ പാടില്ല. കാരണം അതിലൊക്കെ രാഷ്ട്രീയപരമായ എന്തൊക്കെ ഉണ്ട്. ഹൈന്ദവ സംഘടനകൾ സമ്മർദ്ദത്തിലാണോ നമുക്കറിയില്ല. അറിയാത്തത് എങ്ങനെ പറയാനൊക്കും? കാരണം ഇപ്പം അദ്ദേഹം ചോദിച്ചത് NSS തുടങ്ങിയ സംഘടനകളെക്കുറിച്ചാണ്. അവർ സമ്മർദ്ദത്തിലാണോ അല്ല പ്രലോഭനത്തിലാണോ നമുക്കറിയില്ല. അറിയാത്തതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അറിയാത്തൊരക്ഷരം പറയാൻ പാടില്ല. മാർഗദർശക് മണ്ഡലം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ രൂപീകരണ സന്ദർഭത്തിൽ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തനത്തിനും ഹൈന്ദവ സമാജത്തിനും ഒരുപോലെ ഉപദേശ നിർദ്ദേശം നൽകാൻ വേണ്ടി അതിൻ്റെ സന്ദർഭത്തിൽ തന്നെ രൂപപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ മാർഗദർശക് മണ്ഡലം വിശ്വ ഹിന്ദു പരിഷത്തുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക. വിശ്വ ഹിന്ദു പരിഷത്തിന് കീഴിൽ നിന്ന് പറയാൻ പാടില്ല. വിശ്വ ഹിന്ദു പരിഷത്തിനും മാർഗദർശനം ചെയ്യാനുള്ള മണ്ഡലമാണ്. അതിൻ്റെ കേരള ഘടകമാണ്
ഇവിടെ ഒത്തുകൂടിയത്. തീർച്ചയായിട്ടും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി എല്ലാവരും ഇറങ്ങേണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ ഇന്ന് മിക്കവാറും നമ്മുടെ മാധ്യമങ്ങൾ, വിശേഷിച്ച് സോഷ്യൽ മീഡിയ നയിക്കുന്നൊരു സ്വഭാവം ഇന്ന് കാണുന്നുണ്ട് സമൂഹത്തെ വലിയൊരളവിൽ. അപ്പം നമുക്ക് സത്യസന്ധമായ അന്വേഷണം നടന്ന് സത്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് സമൂഹം അതറിയുന്നത്. സത്യസന്ധമായ അന്വേഷണം നടക്കണം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, ആരും ബലിയാടാക്കപ്പെടരുത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ചെറിയ ഉദാഹരണം, നമ്മുടെ മുമ്പിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്. പരമപൂജ്യ ജയേന്ദ്ര സരസ്വതി സ്വാമികളെ കാഞ്ചി കാമകോടി മഠത്തിൽ അർദ്ധരാത്രിക്കാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അത് നമ്മുടെ മാധ്യമങ്ങളിൽ, പത്രങ്ങളിലൊക്കെ വെണ്ടയ്ക്കായിട്ട് ദിവസങ്ങൾ വന്നു, നമുക്കെല്ലാം ഓർമ്മയുള്ളതാണ്. അത് കഴിഞ്ഞ് സ്വാമിജി യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കോടതി കുറ്റവിമുക്തനാക്കിയപ്പോൾ നമ്മൾ എവിടെയാ വാർത്ത കൊടുത്തത്? ചെറിയൊരു കഷ്ണം വാർത്ത. നേരെ മറിച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ എന്തായിരുന്നു ആഘോഷങ്ങൾ? ഇതായിരിക്കുന്നു. ഇന്ന് വൈകാരികതയാൽ നയിക്കപ്പെടുന്നവരായി പോകുന്നു നമ്മൾ പോലും എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആളും മാധ്യമമായിട്ട് ബന്ധപ്പെട്ട ആൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പോലും എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ഇല്ല, അതൃപ്തി അറിയിച്ചിട്ടില്ല. അതൃപ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി കാണുന്നു, അത്രയേ ഉള്ളൂ. ഒരു വ്യക്തി ഇപ്പൊ ചിദാനന്ദ സ്വാമിജിക്ക് പറയാം, പക്ഷെ മാർഗദർശന മണ്ഡലത്തിൽ പറയണമെങ്കിൽ യോഗത്തിൽ കൂടി ആലോചിച്ചിട്ടല്ലേ പറ്റുള്ളൂ. അത്തരം ഒരു ചർച്ച വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ആലോചിച്ചപ്പോൾ. CBI അന്വേഷണം വേണമെന്ന് മാർഗദർശക മണ്ഡൽ മീറ്റിംഗിലുള്ള മുഖ്യമായ ആവശ്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അതിൽ രേഖപ്പെടുത്തിയത്. ഇതിൽ വ്യക്തിപരമായി ഒന്നുപോലും എഴുതിയിട്ടില്ല. ഇതൊക്കെ മാർഗദർശക മണ്ഡലം എടുത്ത തീരുമാനത്തിൻ്റെ അമിത്ഷാജിയോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അമിത്ഷാജിക്ക് നമ്മൾ പറഞ്ഞ വാക്കാലുള്ളത് പോരാ, നമ്മൾ ആവശ്യപ്പെടണം. രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടില്ല. ഇല്ല, അമിത്ഷാജിയെ പോയി കണ്ടത് മാർഗദർശക മണ്ഡല അധ്യക്ഷൻ എന്നുള്ള രൂപത്തിൽ സ്വാമി ചിദാനന്ദപുരിയും ചിന്മയ മിഷൻ തിരുവനന്തപുരം ആചാര്യനായിട്ട് പ്രവർത്തിക്കുന്ന ബ്രഹ്മചാരി സുധീർ ചൈതന്യജിയാണ്. കാരണം പെട്ടെന്ന് നമുക്ക് ആളെ ഒത്തുകൂട്ടാൻ വയ്യാതായി, രാത്രി തീരുമാനിച്ച് പെട്ടെന്ന് പോയതാണ്. ഹൈക്കോടതി വരണം, ഹൈക്കോടതിയിലേക്ക് നീങ്ങേണ്ടതായിട്ട് വരും. ആദ്യം സമാജത്തിൽ ഇതെത്തട്ടെ, വസ്തുനിഷ്ഠമായ അന്വേഷണം നടന്ന് സത്യസന്ധമായി മുന്നോട്ട് പോകാൻ ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴത്തെ ഒരു വ്യതിയാനം നമ്മൾ കാണുന്നത് യഥാസമയം സമാജത്തെ അറിയിക്കണം, അതാണ് ഉദ്ദേശം. ഇല്ല, കണ്ടിട്ടില്ല. ജനസാമാന്യം നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ഒരു ആചാരം ലംഘിക്കപ്പെടുമ്പോൾ സമൂഹ മനസ്സിൽ, അവിടെ കോൺഗ്രസ് ഇല്ല, BJP ഇല്ല, CPM ഇല്ല, CPI ഇല്ല, ഒന്നുമില്ല, സമൂഹ മനസ്സിൽ പ്രത്യേകിച്ച് സാധാരണക്കാരായ അമ്മമാരുടെ മനസ്സിലുണ്ടായ രോഷമാണ് ഏറ്റവും അധികമായി നമ്മൾ അന്ന് കണ്ടത്. യാതൊരു സംശയമില്ലാതെ പറയാം. ഇത്തരം കൊള്ളയെക്കുറിച്ച്, ഇത്തരം മോഷണങ്ങളെക്കുറിച്ചൊക്കെ അത്രയൊക്കെ വ്യാകുലത ഉള്ളൂ. വീണ്ടും അതേ അമ്പലത്തിൽ ഭക്തിപൂർവ്വം ഇതേ അമ്മാനെ പോയിട്ട് മാല അഴിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ആ മാല കള്ളന്മാരാണ് എടുക്കുന്നത് എന്നുള്ളത് അമ്മ വ്യാകുലതയൊന്നുമില്ല. ഇത് നമ്മുടെ ഒരു കേരളീയ മാതൃ മനസ്സാണ്. മനസ്സിലായില്ലേ ഇപ്പം എങ്ങനെ ആചാരലംഘനം എന്ന് പറഞ്ഞേ? അതെ, ആണല്ലോ. ആചാരലംഘനം എന്ന് അതിന് പറയാൻ പറ്റില്ല.
അത് ആചാരലംഘനമല്ല. കാരണം ഒരു വസ്തു റിപ്പയർ ചെയ്യണമെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. കാട്ടിൻ്റെ ഉള്ളിൽ റിപ്പയർ ചെയ്യാനുള്ള യാതൊരു സൗകര്യവും ഉണ്ടാവില്ല. അതിന് ആചാരലംഘനം എന്ന് പറയാൻ പാടില്ല. മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ടൊരു വസ്തു വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയാൽ അത് ആചാരലംഘനമല്ല, ഒരിക്കലും അല്ല. അവിടെ വെച്ചല്ലല്ലോ ഇത് മുഴുവൻ ഉണ്ടാക്കിയത്, ഒരിക്കലും അല്ല. വിഗ്രഹം മാത്രമല്ല, അവിടെ പൂശിയ പാളികൾ സ്വർണ്ണപ്പാളികളായാലും സമർപ്പിക്കപ്പെട്ടത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. അത് ആചാരലംഘനം എന്നുള്ള രീതിയിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുപോകാനൊരു ശ്രമം നടക്കുന്നുണ്ട്. അത് ശരിയല്ല. ഏത് അവിടെ ആചാരം എന്ന് പറഞ്ഞാൽ ഞാൻ ആചരിക്കേണ്ടതല്ലാത്ത തട്ടിപ്പ് ഞാൻ ചെയ്താൽ ആചാരലംഘനമാണ്. അത് ചെയ്തോർക്കേ അറിയുള്ളൂ, സമാജമധ്യത്തിലില്ല. അല്ല, സമാജമധ്യത്തിൽ ആചാരലംഘനം ഇല്ല. അതെ അതെ. ഇപ്പൊ ഈ വിഷയത്തിൽ റിപ്പയർ ചെയ്യേണ്ട വസ്തു റിപ്പയർ ചെയ്യാൻ പുറത്തു കൊണ്ടുപോയാൽ അതിൽ എന്താ ആചാരലംഘനം? വേറെ നമുക്കറിയില്ല. അറിയാത്തത് പറയാൻ വയ്യല്ലോ. നിങ്ങളല്ലേ അറിയിക്കേണ്ടത്, സമൂഹത്തെ അറിയിക്കേണ്ടത് മാധ്യമങ്ങളല്ലേ. മാധ്യമങ്ങൾ അറിയിക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. തിരുനാവായ മക മഹോത്സവമാണ്. ഒരിക്കലും കുംഭമേള എന്നൊന്ന് തിരുനാവായയിൽ സാധ്യമല്ല. കുംഭമേള എന്നുള്ളത് 4 സ്ഥലങ്ങളിലേ ഉള്ളൂ. 5ാമതൊരു സ്ഥലത്ത് കുംഭമേള ഇല്ല. ഇതിനെ കുംഭമേളയാക്കി മാറ്റിയത് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, മാധ്യമ സൃഷ്ടിയാണ്. മഹാമണ്ഡലേശ്വര ആനന്ദവനം ഭാരതി ഒരു സന്ദർഭത്തിൽ ഒരു പ്രസ് മീറ്റിങ്ങിൽ പറഞ്ഞു, മാഘമക മഹോത്സവം കുംഭമേളയ്ക്ക് സമാനമായി കേരളത്തിൽ നടത്തണം. വാർത്ത വന്നപ്പോൾ കേരളത്തിൽ കുംഭമേള എന്ന് പറഞ്ഞ് വാർത്ത വന്നു. അടിസ്ഥാനപരമായ അത് തെറ്റാണ്. കുംഭമേള 4 സ്ഥലത്തേ ഉള്ളൂ. 5ാമതൊരു സ്ഥലത്ത് കുംഭമേള ഇല്ല. മാഘമക മഹോത്സവമാണ്. അത് 2016 തൊട്ട് അവിടെ നടക്കുന്നതാണ്. കോവിഡ് കാലയളവിൽ 1 വർഷം 2021 ഒഴിച്ച് മറ്റെല്ലാ വർഷവും നടക്കുന്നതാണ്. ഈ വർഷം കുറച്ച് വിപുലമായി നടത്താൻ തന്നെ സംഘാടകർ ആലോചിച്ചു. നമ്മളെയൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ സംഘാടന വിഷയത്തിൽ അവർ 10,000-കണക്കിന് ആൾക്കാർ വന്നു ചേരും എന്നൊരു അറിയിപ്പ് സമൂഹത്തിന് നൽകി. 10,000-കണക്കിന് ആൾക്കാർ വന്നു ചേർന്നാൽ അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരവസ്ഥ ഇപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ടില്ല. അതായിരിക്കാം ഇപ്പോൾ കേൾക്കുന്നു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ടെന്ന്. അതായിരിക്കാം. കൂടുതൽ അതിൻ്റെ സംഘാടകരുമായിട്ട് സംസാരിച്ചാലേ അറിയൂ. നമസ്കാരം.